ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോറി, ഞാൻ സ്ഥിരമായിട്ട് അത് ഒറ്റയ്ക്ക് പറയുന്നുണ്ട്. അപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് ഒരുമിച്ചൊരു വീഡിയോ ചെയ്യുന്നത് അല്ലേ? ലോങ് വീഡിയോയേ വല്ലപ്പോഴും ഇടാറുള്ളൂ, അതും ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ ഒരുമിച്ചൊരു വീഡിയോ കുറേ നാൾക്ക് ശേഷമാണ്. ക്യാമറ കുറച്ച് അകലെയാണ് ഇരിക്കുന്നത്, അപ്പൊ എത്രത്തോളം കേൾക്കുമെന്ന് അറിയത്തില്ല അല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ സാധാരണ ബ്ലോഗൊക്കെ വിട്ടിട്ട് ഒരു ചലഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. ചലഞ്ച് എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയത്തില്ല, കാരണം അതിന് ആവക്കുട്ടി വേണം സഹകരിക്കാനായിട്ട്. കാരണം ചലഞ്ചിലെ മെയിൻ കേന്ദ്ര കഥാപാത്രം ആവൂട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവള് സഹകരിച്ചാൽ മാത്രമേ നമ്മുടെ ചലഞ്ച് വിജയിക്കത്തുള്ളൂ, എങ്കിൽ മാത്രമേ നമ്മളിത് അപ്ലോഡ് ചെയ്യത്തുള്ളൂ അല്ലേ? വേറൊന്നല്ല, നമ്മൾ അതായത് കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് സാധനങ്ങൾ അച്ഛയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു 5-6 ഐറ്റംസ് ഉണ്ടാവും 2 പേർക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ രണ്ടാളും നമ്മുടെ കയ്യിൽ നിന്ന് ഓരോ സാധനം ഇവിടെ വെക്കും. അപ്പോൾ അതിൽ നിന്ന് ഏതാണ് ആവൂട്ടി എടുക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ആരുടെ സാധനമാണോ അത് ഞാൻ വെക്കുന്നതോ എടുക്കുന്നെങ്കിൽ എനിക്കൊരു പോയിന്റ്, അച്ഛൻ വെക്കുന്നതോ എടുക്കുന്നെങ്കിൽ അച്ഛയ്ക്കൊരു പോയിന്റ്. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, വലിയ സംഭവമൊന്നുമല്ല, ചെറിയ സംഭവം. ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മൈൻഡിൽ വന്നതാണ് കേട്ടോ, ഇങ്ങനെ ഒരു വീഡിയോ എടുത്താലോ എന്നിങ്ങനെ വിചാരിച്ചതാണ്. ഒരു എന്റർടൈൻമെന്റ് അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഫസ്റ്റ് അച്ഛ വെച്ചോ, ഏതാന്ന് വെച്ചാ? ഓക്കെ, ഞാൻ പോയി ആവേനെ എടുത്തോണ്ട് വരാവേ. പാൽക്കുപ്പി. ഓക്കെ, ഇതിലൊരു സൂത്രം എടുക്കണേ, കൊച്ചിന് ഇഷ്ടമുള്ളത് എടുക്കണേ, ഇതിനകത്തുനിന്ന് ഇഷ്ടമുള്ളത് എടുക്കണേ. 2 കൈ സാധനങ്ങളുണ്ടോ അവളുടെ കയ്യില്? ആ, ഇഷ്ടമുള്ള ഇതിൽ നിന്ന് ഇഷ്ടമുള്ള എടുക്ക. മാങ്ങ ഇതാ, ഇഷ്ടമുള്ള ഇതിലേതാ വേണ്ടിയേ? എടുത്തോ. ആവട്ടെ, ചിരിച്ചടി. ഓക്കെ, ഇനി നോക്കാം, നമുക്ക് അടുത്ത സാധനം സെറ്റ് ചെയ്യാം. അപ്പൊ എനിക്കൊരു പോയിന്റ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എനിക്കൊരു പോയിന്റ്. സാധനം മാറ്റിയോ? ഞാൻ വെക്കാം ഫസ്റ്റേ. ആവൂട്ടിയുടെ ബ്രഷാണ്. ഓ മൈ ഗോഡ്, ഏതാണല്ലോ എടുത്തോ. അപ്പൊ എനിക്ക് പിന്നെ 2 പോയിന്റ്. അപ്പൊ ഇനി ഇവിടെ ഇങ്ങോട്ട് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സാധനം അച്ഛൻ വെച്ചോ. ഞാനല്ലേ വെച്ച ഇപ്പൊ? ചെരുപ്പ് ഏതെടുക്ക, ഏത് വേണേലും എടുത്തോ. അച്ഛക്കൊരു പോയിന്റ്. അപ്പൊ അടുത്ത സാധനം, അടുത്ത ഞാൻ ചോദിക്കണ്ടേ? ഞാൻ നോക്കട്ടെ. ഞാൻ അച്ഛടെ കണ്ടില്ലല്ലോ. കുഞ്ഞാരി വേണ്ടേ? വേണ്ടേ? ആ, അപ്പൊ 2 ശരിയല്ല, ഇത് ശരിയല്ല. ഞാനല്ലേ ഇപ്പൊ വെച്ചത് പൈസ. കയ്യിലെടുത്തിട്ടുണ്ടോ? ഇല്ല, കയ്യിലെടുത്ത് എടുക്കണോ? ഓക്കെ, എടുത്തു. കുഞ്ഞാരി വേണ്ടേ? എടുത്തോ. കുഞ്ഞാരി വേണ്ടേ? ഇത് കാറാണ് കേട്ടോ. അപ്പൊ 4-2. ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പൊ ഒരു കുട്ടി ചലഞ്ചായിരുന്നു. എന്തുറ്റി? നമുക്ക് ലാസ്റ്റ് ഒരു സാധനം ഇവിടെ വെക്കാം. അച്ഛക്ക് ഇഷ്ടം അല്ല. ഓക്കെ, വെച്ചതിനകത്തുനിന്ന് നമുക്ക് വെക്കാം. വെച്ചതിനകത്ത്. അപ്പൊ എന്റെ പ്രോഡക്റ്റും കൂടെ അച്ഛയുടെ കയ്യിലല്ലേ ഇപ്പൊ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ബാക്കി ഏത് ഇഷ്ടമുള്ളത് എടുത്തോ. ഞാനൊരു എന്റെ കയ്യിലുള്ള പിടിക്കാം. ഇതും കൂടെ ഉണ്ട് കൂടത്തിലിട്ടോ.
അല്ല ഒരു കാര്യം ഒന്നുകൂടെ ചെയ്യ്. ചെയ്യുവാണ്. നമുക്ക് ഞാൻ കണ്ണടച്ചിട്ട്. അല്ല ഇതിനകത്ത് കുറെ എല്ലാം എടുത്തിടാം. ഓക്കെ. എല്ലാം എടുത്തിട്ടിട്ട് നമുക്ക് അതിനകത്ത് ഒരു സാധനം കണ്ണടച്ചെടുക്കാം. ഓക്കെ. കണ്ണടച്ചാൽ നമുക്ക് ഷേപ്പ് ആകത്തേക്ക് അറിയാവുന്നുണ്ട്. ഷേപ്പിന്റെ അല്ല, പെട്ടെന്ന് പറഞ്ഞാൽ എടുക്കാന്നുള്ളൂ, ഒരു സെക്കൻഡിൽ എടുക്കാന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പുതിയതൊരു സാധനം കൊണ്ടുവന്നാലോ? ഇതെല്ലാം അവള് ഇന്ന സാധനം എടുക്കും നമുക്ക് ഉറപ്പല്ലേ? അത് കുഴപ്പമില്ല, ലാസ്റ്റ് ഫൈനൽ പുതിയൊരു സാധനം കൊണ്ടുപോവാ. വാവ് ജയിച്ചാലും ഇതിന്റെ അകത്ത്. അച്ഛൻ പുതിയൊരു സാധനം കൊണ്ടുപോവാ. പുതിയൊരു സാധനം അച്ഛപ്പെടുത്തോണ്ടോ ആദ്യം വരണം, പിന്നെ ഞാൻ പോവാം. ഇതിനകത്ത് ഇവളെ ഞാൻ വെച്ച സാധനം കൂടുതൽ എടുക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. കാരണം നല്ല ഇവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ കൂടുതൽ അച്ഛയുടെ സംഭവം എടുത്തോ. ഇവിടെ വന്നിരിക്കും. അവിടെ ഇരിക്കേ, നോക്കാവേ. എടുത്തല്ലേ? ഒരു സാധനം എടുത്തോളൂ. ഞാൻ കണ്ടുപിടിക്കണോ? പിന്നെ അച്ചാച്ചൻ വെക്കുന്ന സാധനം എടുക്കണം കേട്ടോ. കെട്ടാണ് കേട്ടോ. പിന്നെ അച്ഛൻ വെക്കുന്ന സാധനം എടുക്കണേ കേട്ടോ. അതെടുക്കാൻ വേണ്ടി മൊത്തം മേടിച്ചേരാം. പറഞ്ഞ കേട്ടോ. അയ്യോ പൊട്ടിച്ചാലേ പച്ചമുട്ട വരുന്നത്. അച്ഛൻ വെക്കുന്ന സാധനം വെച്ച് എടുക്കണം കേട്ടോ. അച്ഛനെ വെക്കുന്ന എടുക്കാവുള്ളേ, അമ്മ വെക്കുന്ന എടുക്കല്ലോ കേട്ടോ. ആ ഏതാ എടുക്കുന്നത്? ഏത്? ഞാൻ വെക്കുന്ന എടുത്തേനെ, പക്ഷെ ഞാൻ വെക്കുന്നില്ല. അല്ല അത് ഞാൻ വേറെ സാധനം ഉണ്ടായിരുന്നു, ഞാൻ വെക്ക് വെക്ക്. കുഞ്ഞ് കുഞ്ഞ് ഞാൻ വെക്കുന്നതിന് മുമ്പ് അവളോട് എന്നാ സാധനം ഞാൻ നിങ്ങളെ ദൈവാശി കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ വെറുതെ വെക്കുന്നതാണ് മുട്ടായി മേടിച്ച്. ഒരാവശ്യമില്ലാതെ സാധാരണ നേരത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാരും കുഞ്ഞുമട്ടെ ഇപ്പൊ ഇതിനടുത്തത് ഞാൻ തപ്പിട്ട് എനിക്ക് ഒന്നും കിട്ടുന്നില്ല. അവസാനം ഞാൻ സാധനം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ട് എടുക്കും. ഞാൻ വെക്കുന്നത് വെച്ചോ. ഇല്ലില്ല വെച്ചോ. വെക്ക് വെക്ക്. അത് എനിക്ക് കഴിക്കാൻ പറ്റുന്ന സാധനം അതിപ്പോ കൊടുത്തത് ശരിയായില്ല. അതുകൊണ്ട് നടത്തണം. തോറ്റു പോകുന്നറിയാതാ. തോറ്റു പോകണ്ട, അത് ഉറപ്പായിട്ട് വിജയിക്കും. അത് ഒരൊറ്റ വെച്ച് നമുക്കൊന്ന് കാണാമല്ലോ ആ സാധനം. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ചെറിയ വീട്. അതിങ്ങ് എടുത്തോണ്ടിരാ. അയ്യോ ഫോണ്. ആ ഫോൺ എടുക്കാനാണോ? എന്താ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ആളെ ഇറങ്ങി പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അച്ചാച്ച നമ്മുടെ ചലഞ്ച്? ജയോ തോൽവിയല്ല. നമ്മൾ വിചാരിക്കുവാണ് ഇത് എടുക്കുമെന്ന് വിചാരിച്ചത്, അവരെടുത്തില്ല. അവര് ഫോണും ടൂത്ത് ബ്രഷ് എടുത്ത് ഫോണല്ലേ എടുത്തത്, ബ്രഷ് എടുത്തത്. ആ ബ്രഷ് എടുക്കാനുള്ള കാരണം എന്താണെന്നറിയാം, അത് പുതിയത് നമ്മൾ മേടിച്ചതുകൊണ്ട് അവളായിട്ട് ഇഷ്ടപ്പെട്ട് പോയി മേടിച്ചൊരു സാധനമാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ഇഷ്ടം കേട്ടോ. അവള് ഇഷ്ടം എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ എടുത്തു നടക്കും. നാം വിട്ടുന്നോണ്ട് അവള് എന്താ വേണ്ടി വേണ്ടേ? എന്താണ് പിന്നെ ഇതേ പൊപ്പി ഇതെടുത്തു. അപ്പൊ നമ്മള് ജസ്റ്റ് ഒരു തമാശ രൂപത്തിൽ വെറുതെ ഒരു ചലഞ്ച് ചെയ്തതാണ്. ചില കാര്യങ്ങൾ ക്യൂട്ടക്സ് ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നോക്കി ഞാൻ എടുത്തു. അതായത് മേക്കപ്പ് ഐറ്റംസ്, മേക്കപ്പ് സാധനങ്ങളൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലിപ്സ്റ്റിക്ക് അതൊക്കെ പറഞ്ഞെങ്കിൽ പിന്നെ നോക്കണ്ട. ഈ വീട്ടില് അത് ലിപ്സ്റ്റിക്കിന്റെ വരയില്ലാത്ത ഭാഗങ്ങളില്ല അല്ലേ? കട്ടായി പോയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എടുത്തപ്പോ അവിടുന്ന് എടുത്തപ്പോ നിന്ന് പോയായിരുന്നേ. അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള കുട്ടി കുട്ടി ചലഞ്ചസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ബൈ ബൈ. അതെന്താ? ബൈ ബൈ.